ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ സുപ്രധാന തീരുമാനങ്ങളുണ്ടാകും. സംയുക്ത പ്രതിരോധമാണ് പ്രധാന അജണ്ടകളിലൊന്ന്. അതായത് GCC രാജ്യങ്ങൾ സംയുക്തമായി ആക്രമണങ്ങളെ പ്രതിരോധിക്കും. മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുമിച്ച് സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് GCC രാജ്യങ്ങൾ. GCCയിൽ അംഗങ്ങളായ 6 ഗൾഫ് രാജ്യങ്ങളുടെയും പ്രദേശങ്ങൾ സംരക്ഷിക്കാനാണ് മിസൈൽ പ്രതിരോധത്തിനായുള്ള അയൺ ഡോം പോലൊരു സംവിധാനം സ്ഥാപിക്കുക. GCC ജനറൽ സെക്രട്ടറി ജാസിം അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനായി GCC രാജ്യങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയെന്നും ജാസിം അൽ ബുദൈവി പറഞ്ഞു. 1981 രാഷ്ട്രീയ സാമ്പത്തിക സഹകരണ മുന്നണിയായ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, UAE എന്നീ രാഷ്ട്രങ്ങളാണ് സഖ്യത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. സൗദി അറേബ്യയിലെ റിയാദിലാണ് GCC ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ വെച്ചാണ് GCCയുടെ 46ാം ഉച്ചകോടി നടത്തുന്നത്. 1981 മെയ് 25 GCC സ്ഥാപിതമായ ശേഷം ബഹ്റൈനിൽ നടത്തുന്ന 8ാമത്തെ ഉച്ചകോടിയാണിത്. അംഗരാജ്യങ്ങളുടെ സംയുക്ത പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. അംഗരാജ്യങ്ങളും ജനങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്യും. നിലവിലെ സാഹചര്യവും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളുടെയും സാഹചര്യത്തിൽ ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തീരുമാനങ്ങളുണ്ടാകും. ദക്ഷിണ കൊറിയ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. ഖത്തറിനെതിരായ ഇറാൻ, ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംയുക്ത പ്രതിരോധമെന്ന ആശയം GCC രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. GCC രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഉന്നത നേതാക്കളുമാണ് ഉച്ചകോടിയുടെ ഉന്നത യോഗങ്ങളിൽ പങ്കെടുക്കുക. ഉച്ചകോടിയിൽ ഗൾഫ് സംയുക്ത പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ മേഖലകളെക്കുറിച്ചുള്ള സമഗ്ര വിലയിരുത്തലാണ് പ്രധാന ചർച്ച. ഉച്ചകോടിയിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ മേഖലകളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് പ്രധാന ചർച്ച. GCC ജനറൽ സെക്രട്ടറി ജാസിം മുഹമ്മദ് അൽ ബുദൈവി ഗൾഫ് മേഖലയിലെയും ആഗോളതലത്തിലെയും സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിയിരുന്നു. ബഹ്റൈൻ ഉച്ചകോടി ചരിത്രപരമായ നേട്ടങ്ങൾക്ക് പുതിയ അടിത്തറയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ 2024 ഡിസംബറിൽ നടന്ന 45ാമത് ഉച്ചകോടി ഊർജം, ടെക്നോളജി, ഗ്രീൻ ട്രാൻസിഷൻ എന്നിവയിൽ നിക്ഷേപ വർധന ഉൾപ്പെടെയുള്ള നിരവധി നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നു. 2024 GCC രാജ്യങ്ങൾ 1.9% GDP വളർച്ച കൈവരിച്ചു. ഓയിൽ ഇതര മേഖലയിൽ 4.4% വളർച്ചയാണ് കൈവരിച്ചത്. ഇത് വലിയ നേട്ടമായി കണക്കാക്കുന്നുണ്ട്. 2025-2020 കാലയളവിൽ വളർച്ച ക്രമേണ ഉയരുമെന്നാണ് പ്രവചനം. GCC രാജ്യങ്ങൾ ഒരൊറ്റ ടൂറിസ്റ്റ് വിസ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആവശ്യമായ സാങ്കേതിക, നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇത് പ്രാബല്യത്തിൽ വരും. ഇതോടെ ഒരൊറ്റ വിസയിലൂടെ 6 രാഷ്ട്രങ്ങളിലും സഞ്ചരിക്കാൻ കഴിയും. ഗൾഫ് റെയിൽവേ കരാർ ഈ സമ്മേളനത്തിൽ ഒപ്പിടും. GCC രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ പ്രധാന ശ്രദ്ധ ഗൾഫ് ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. പ്രദേശത്തെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുക, സമാധാനപരമായ നയതന്ത്ര മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, ആഗോള പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയിലും രാഷ്ട്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും.